ആർക്കാ? ഇത് പപ്പിപ്പൂച്ച. പപ്പിപ്പൂച്ച. ഓ ഓ പറഞ്ഞോ. വിശക്കണ്ട നിനക്ക്? നിനക്ക് വാട്ടന്നാല് പാർക്കുട്ടി സമ്മതിക്കൂല. സമ്മതിക്കോ? അവള് വാശി പിടിക്കും. അമ്മ അവള് പറയണേക്കോ ഞാൻ പറയണേക്കോ എനിക്ക് വേണം. വെറുതെ വാശി പിടിക്കണ്ട. നിനക്ക് വാരി തന്നിട്ടിരുന്നാലേ സമയം നടക്കൂല. എനിക്ക് ഒരുപാട് പണിയുണ്ട്. കൊച്ചിന് വാരി കൊടുത്തിട്ട് അടുക്കളയിൽ പണിയുള്ളതാ. പോയി എടുത്തോണ്ട് അടുക്കള കൊച്ചു സമ്മതിക്കില്ല. കൊച്ചിന് മാത്രമാണോ വാശിയുള്ള? എനിക്കും വാശിയൊക്കെ ഉണ്ട്. വെറുതെ വാശി പിടിക്കല്ലേ. ഞാൻ വാശി പിടിക്കും. അമ്മക്ക് എന്താ അമ്മ? കേശു ഒന്ന് കരഞ്ഞാലോ? അല്ല കേശു പോട്ടെ, പാറു ഒന്ന് കരഞ്ഞാലോ? ഒന്ന് വാശി പിടിച്ചാൽ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ വാശി പിടിച്ചാലാണ് ഇവിടെ എല്ലാവർക്കും കുഴപ്പം. അല്ലെങ്കിൽ ഇവിടെ ആർക്കും ഇപ്പൊ എന്റെ അടുത്ത് സ്നേഹമൊന്നും ഇല്ല. എനിക്കെല്ലാം അറിയാം. എന്തറിയാവുന്നത്? ഇവിടെ ആർക്കും എന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ലാന്ന്. വെറുതെ എന്തിനാ ചുമ്മാ ആവശ്യമില്ലാത്ത ഡയലോഗ് കൊണ്ട് നടക്കുന്നത്? എന്തിനാ? ആ അടുക്കളയിൽ പോയി കുറച്ച് ചോറ് എടുത്തിട്ട് വന്ന് കഴിച്ചാ പോരെ? പോയി എടുത്തുണ്ടോ? ചോറ് എടുത്തുണ്ടോ? ചെല്ലി എടുത്തോണ്ട് വാ. ഞാൻ എടുത്ത് വാരി തരട്ടെ എന്നാ. കണ്ടില്ലായിരുന്നു അമ്മ? ഞാൻ ശ്രദ്ധിച്ചില്ല. അമ്മ ശ്രദ്ധിക്കില്ല. ഇവിടെ ആർക്കും നമ്മളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും പാറും കേശുവൊക്കെ മതിയല്ലോ. നീ എന്താ കാണിച്ചത്? ഞാൻ കൊച്ചിന് വെച്ചിരുന്ന ചോറാണ് നീ വാരി വെട്ടി വിഴുങ്ങിയത്. എനിക്ക് ഞാൻ തരട്ടാ. കൊച്ചു സ്നേഹത്തോടെ നമുക്ക് തന്നു. പിന്നെ ഞാൻ വേണ്ടെന്ന് പറയുന്നത് കൊച്ചിന് വിഷമാവൂല അല്ലേ പാറു? സ്നേഹത്തോടെ ഞാൻ ഒരെണ്ണം തരട്ടെ നിനക്ക്? വേണ്ട. വേണ്ടേ? വേണ്ട. വേണ്ടെന്ന് പറയരുത്. വേണ്ടെന്നുണ്ടോ? മേടിച്ചിട്ട് പോണം. വേണ്ട. അല്ല നീ സ്നേഹത്തോടെ തരണയൊക്കെ മേടിക്കുമല്ലോ. വേണ്ട. എടാ ഞാൻ സ്നേഹത്തോടെ തരണല്ലേ, നിനക്ക് വാങ്ങിച്ചൂടെ? എന്താ ഇവന് വേണ്ട? ഓൾറെഡി വായിക്കാത്ത എന്തൊക്കെയോ ഇരിക്കണം. ഇവൻ എന്തിനു കൊടുക്കണേ? എനിക്ക് താമ അവന് വേണ്ടെങ്കിൽ. അപ്പൊ അവന് വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് തരാം. എനിക്ക് താ. എന്താ നീ നോക്കിക്കൊണ്ടിരിക്കും? താതാന്ന് പറഞ്ഞ് ചോദിച്ചു മേടിച്ചില്ല. അതിന് വെച്ചോ വാഹോടെ നോക്ക് വേഗം. നീ അതാണോ താതാന്ന് ചോദിച്ചത്? പിന്നെ അല്ലാതെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോ താതാന്ന് പറഞ്ഞ് ചോദിച്ചു മേടിച്ചല്ലേ. അമ്മോ വഴി കൂടി പോയി ചോദിച്ചു വാങ്ങി അങ്ങോട്ട് പോയി. ശരി. അതെ, ഫീലിങ്സ് കഴിഞ്ഞാ, കോംപ്ലക്സ് കഴിഞ്ഞാ, ഈഗോ എല്ലാം കഴിഞ്ഞാ? കഴിഞ്ഞതാ മാറ്. ഇത് കഴിക്കും. പൊന്നോ. ഞാനേ എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. എനിക്കിത് നിങ്ങളുടെ എനിക്കറിയില്ല. പെട്ടെന്ന് ബോധം കിട്ടുന്നു. പെട്ടെന്ന് നിനക്ക് അവഗണിച്ചും പരിഹസിച്ചുമാണ് എന്റെ കൊച്ചിന്റെ പിഞ്ച് മനസ്സിങ്ങനെ വാടിപ്പോയത്. അതുകൊണ്ടാണ് അവള് പോകാൻ. കുറച്ചും കൂടി വെള്ളം എടുത്ത് ഒഴിക്ക്. എന്റെ കൊച്ചിന് രൂപ കൂടെ പണിയണോടാ? എടാ രൂപ കൂടെ പണി നിന്റെ തണ്ട അകത്തിരുന്ന് മെഴുകി എത്തിയടാ. കുറച്ചും കൂടി ഒഴിക്കിച്ച വെള്ളം എടുത്തിട്ട് മക്കളെ എനിക്ക് ഒന്നുമില്ല മക്കൾക്ക് ഒന്നുമില്ല. മക്കൾ അച്ഛല്ലേ മക്കളെ? അച്ഛല്ലേ? അച്ഛൻ മാത്രല്ല അമ്മയുണ്ട്. ചക്കരമുത്താണ് കേട്ടോ. അമ്മയുടെ ചക്കരമുത്ത് പാറു മാത്രമല്ല എല്ലാരും അമ്മയുടെ ചക്കരമുത്ത്. അച്ഛനും അമ്മയ്ക്ക് എല്ലാരും ചക്കരമുത്തല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് കൊച്ചിനെ ആരെങ്കിലും കളിയാക്കി എന്തെങ്കിലും പറയാൻ ചെയ്തു കേട്ടോ. അപ്പൊ കാണിച്ചു തരാം. ഇതെന്താ ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് തലവിറ്റി വീണത്. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരു ട്രിപ്പ് ഇടാം. അപ്പൊ എല്ലാം ശരിയാവും. ട്രിപ്പൊന്നും വേണ്ട. എനിക്ക് ക്ഷീണം ഒന്നുമില്ല, കുറഞ്ഞു. ക്ഷീണം ഇല്ലെങ്കിൽ വെറുതെ ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇടാൻ നിൽക്കണ്ട. കൊറോണയൊക്കെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഞാനേ മക്കൾക്ക് ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവരാം. അമ്മ ചോറുണ്ട്, ഒരു മീനൊക്കെ വറുത്ത് ചോറെടുത്തിട്ടൊന്ന് വാരിത്തരാം. പോരെ? വാരിത്തരാം കേട്ടാ. അപ്പത്തേക്ക് ക്ഷീണം പോകും. കുറച്ച് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് മക്കള് കിടന്നോ? മക്കള് കിടന്നോ? കാച്ചിക്ക്. ഓ അയ്യോടാ.
സോനാപ്പി പ്ലാൻ സക്സസ്. ആ ശരിക്കും ഇത് ഞാൻ തലകറങ്ങി വീണതും വീട്ടിലുള്ള എല്ലാവരും ദേ കിടക്കുന്ന ഫ്ലാറ്റ്. ഓ തന്നെ എൻ്റെ അമ്മേ, ഇപ്പൊ ഉണ്ടല്ലോ എനിക്ക് ഒടുക്കത്തെ കയറും വാത്സല്യൊക്കെയാണ്. ആ അമ്മത എനിക്ക് വാരി തരാൻ വേണ്ടിട്ട് ചോറെടുക്കാൻ പോയേക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിട്ട് കറക്റ്റ്. എന്തായാലും എനിക്ക് ഇന്ന് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യണം. ഇതാണപ്പൊ പ്ലാൻ. എന്ത് വയറുവേദന ട്രൈ ചെയ്ത് നോക്കാനോ? അതത്ര എഫക്റ്റീവ് അല്ലടാ. തലകറക്കമാണ് കുറച്ചും കൂടി എഫക്റ്റീവ്. അതാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ശ്രദ്ധ പിടിച്ചു വെച്ചാൽ പറ്റുമല്ലോ. വയറുവേദന വേണ്ട, ഇന്നൊന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തലകറക്കം. എന്തായാലും പൊന്നു മോളെ താങ്ക് യു. ശരി ശരി, ഞാനേ വെക്കട്ടെ. ആരെങ്കിലും വന്നാലേ ഇപ്പൊ പിടിക്കും. ഓക്കെ ഡി, ഞാൻ കുറച്ച് അഭിനയിക്കട്ടെ. ശരി ശരി. അച്ഛാ അച്ഛാ അച്ഛാ. ഓ പറ. ഭയങ്കര ചുമ. എനിക്കൊരു നാരങ്ങ വെള്ളം വേണമായിരുന്നു. ഇല്ലേ, കുറച്ച് നാരങ്ങ എടുത്തു കൊടുക്കും. എടാ വിഷ്ണു, നാരങ്ങളും എടുത്തു കൊടുക്ക്. ക്യാഷ് ഉണ്ടാക്കി കൊടുത്തടാ. ഞാൻ പാറു ആനിക്ക് കുറച്ച് നാരങ്ങാവളം കൂടെ. ആ കിട്ടി കിട്ടി കിട്ടി. നിങ്ങളൊന്ന് കളിക്കണ. ഞാൻ നാരങ്ങളും ചൂട് നിങ്ങളാരെന്താ തരാത്ത? അച്ഛാ കൊച്ചു വെള്ളം തന്നെ മേടിച്ചോ, കുടിച്ചോ, വെള്ളം കുടിച്ചോ. എന്തോന്നമ്മ കുട്ടിക്കളിയാണ് അമ്മ? ചേട്ടത്തിന് നാരങ്ങളും താച്ചാ. പൊന്നു മക്കൾ, നീ കണ്ടില്ലേ ഭാരിച്ച പണി കിടക്കാണ്. ഇതെങ്ങനെ തീർത്തെങ്കിൽ മതിയായിരുന്നു. അമ്മ ഇത് തയ്ച്ച് തീർട്ട് വേണം എനിക്ക് കിട്ടാൻ. ഞാൻ ഇപ്പൊ കഴിച്ചിട്ട് ക്ഷീണിച്ചിട്ട് വന്നിരിക്കും. അതൊന്ന് ദഹിക്കണം, എന്നാലും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ആവുള്ളതാ. എനിക്ക് വയ്യേ, വയറ് നിറഞ്ഞു. ഓ ശരി ആയിക്കോട്ടെ. എന്നാലേ ഇവിടെ ഒരു കുട്ടിക്ക് വയ്യാണ്ടിരിക്കുവാണേ. ആ കൊച്ചിനോട് ഒരു സ്നേഹോ ഒരുത്തിരി കെയറിങ്ങോ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കോ ഒന്നും ചെയ്യരുത്. ഒരു അനങ്ങ് പോലും ചെയ്യരുത്. ഒക്കെ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ഞാൻ സ്വയം ചെയ്തോളാം. മതിയാവില്ലേ? അതാണ് നല്ലത്. അതുപോലെ പിടിക്കാ. എടാ നീ തലഭാഗം പിടിക്കടാ. നീ തലഭാഗം പിടിക്ക്. ആ കൊച്ചു കിടന്ന് മാറ്റ്. മാറ് പാറു. ഇനി എന്താ ചെയ്യാ? വെള്ളം എടുക്ക്. വെള്ളം എടുക്കണോ? വെള്ളം എടുക്കണ്ടോ? വെള്ളമൊന്നും വേണ്ട. വെള്ളം വേണ്ട. സംഭവം ഒന്ന് മാറ്. അതൊരു അസുഖം ഉള്ളത്. പിന്നെന്താ ചെറിയൊരു ബാധയാണ്. ബാധയോ? ചെടുത്തുണ്ടോ? ബാധയല്ലേ? മറ്റേ മുളകിലൊക്കെ മുക്കിയിട്ട് അല്ല, അത് ഇത് കഴിഞ്ഞ് ചൂരിൽ കഴിഞ്ഞതിന് ശേഷം അതിനും ശരിയായില്ലെങ്കിൽ അല്ല മുളകിൽ പെരട്ടിയൊക്കെ വെച്ചേക്കണല്ലേ, ഉണക്കി വെച്ചേക്കല്ലേ. രണ്ടാമത്തെ സ്റ്റേജ് ആണ്. മുളക് പെരട്ടിട്ട് വെച്ചിരിക്കുകയാണ്. മുകളിൽ രണ്ട് എണ്ണയിട്ട് മുളക് പെരട്ടി നല്ല കാന്താരി മുളക് അരച്ച് പെരട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിലും കഴിഞ്ഞ് പ്രശ്നമാണെങ്കിൽ മറ്റേ കാര്യം നോക്കാം. ചൂരല്ലേ? അപ്പൊ ഈ ബാധ ഇപ്പൊ പക്ഷെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇല്ല ഇല്ല കുഴപ്പമില്ല. ബാധ പെട്ടെന്ന് ഒഴിഞ്ഞു പോകൂല. ആ ചട്ടവും ഗ്യാസ് സ്റ്റൗവിനെ കാണിച്ചിട്ട് ചൂടെ കൊണ്ട് ചന്തിക്കാൻ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അറിയാണ്ട് ചെയ്താണ്. ശരി ചെയ്യൂല അച്ഛാ, പ്ലീസ് അച്ഛാ, എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ. അച്ഛ 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 തല്ലല്ലേ. കാണിച്ച എന്ത് പറ, അങ്ങോട്ട് പറ. ഇതിനെങ്ങനെ കാണിച്ചെന്ന് പറ. മക്കളെ പറ. അത് പിന്നെ ആരും എന്നെ ശ്രദ്ധിക്കാത്തോണ്ട് കാണിച്ചത്. ആര് ശ്രദ്ധിക്കണില്ലാന്ന് ആര് പറഞ്ഞ്? ശ്രദ്ധിക്കണില്ലാന്ന് സ്വയം അങ്ങനെ ചിന്തിച്ചാ മതിയാ. ശ്രദ്ധിക്കണില്ലാന്ന് സ്നേഹം കിട്ടാൻ വേണ്ടി. ഓ, സ്നേഹം കിട്ടാൻ വേണ്ടി സ്പെഷ്യൽ സ്നേഹോ? സ്നേഹം കിട്ടുമോ? ഇത് ആര് കാണിച്ചെന്ന്? ഈ അടവ് ആര് കാണിച്ചെന്ന്? ഈ അഭിനയം ആര് കാണിച്ചെന്ന്? പറ. അച്ഛനാ? അച്ഛനാ? അച്ഛനെ പറയണ വെറുതെ പറയാം.
അത് പണ്ട് അച്ഛൻ്റെ ക്ലാസ് ടീച്ചർ അച്ഛൻ്റെ അടുത്ത് എന്തോ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് നൈസായിട്ട് ഇങ്ങനെ തലകറങ്ങി വീണ പോലെ കാണിച്ചിട്ട് അച്ഛൻ അതിൽ നിന്ന് എസ്കേപ്പായെന്ന് പറഞ്ഞായിരുന്നേ. അപ്പൊ എനിക്കതിങ്ങനെ പരീക്ഷ നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവസരം കിട്ടിയില്ല. ഇപ്പോഴാണ് അവസരം കിട്ടിയത്. എനിക്ക് അച്ഛൻ്റെ നിന്ന് ഐഡിയ കിട്ടിയേ. അച്ഛാ, ഈ പിള്ളേരെ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ പണ്ടത്തെ പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല. ഇപ്പൊ ആദ്യം തന്നെ നമ്മളെ പ്രിപ്പയർ ചെയ്യണം. അല്ല മക്കൾ കിടന്ന് ഉറങ്ങിയില്ലേ? കിടന്നു, മുണ്ടൊക്കെ മാറ്റിയിട്ടൊന്ന് കിടന്നതാ, പക്ഷെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. എന്താണ് കട്ടിൽ ഉറുമ്പുണ്ടായിരുന്ന? ഒന്ന് പോയേട്ടാ അവിടുന്ന്. അതെ, ഇത് പിള്ളേരെ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല. അത് മാത്രമല്ല, ഇത് അവരുടെ പഠിപ്പാണ്, അവരുടെ ജീവിതമാണ്, അവരുടെ ഭാവിയാണ്. അങ്ങനെ കിടന്നാൽ കിടപ്പോരില്ലെന്ന്. മക്കളെ അച്ഛനും അതുപോലെ തന്നെ. ആരെങ്കിലും ഒരു സാധനം നന്നാക്കി അയപ്പിച്ചാൽ നന്നാക്കി കൊടുക്കുന്നവരെ കിടപ്പൂല്ല, ഇരിപ്പൂല്ല, ഉറക്കമില്ല, ഊണൂല്ല. അല്ലല്ല ചേ, ഇത് അച്ഛൻ്റെ കേസ് പോലല്ലോ. അച്ഛൻ്റെ കേസ് ആരെങ്കിലും എന്തെങ്കിലും ആഗ്രഹ സാധനം കൊണ്ടുവന്ന് തരുന്നു, അച്ഛൻ നന്നാക്കി ഇല്ലെങ്കിൽ ഇല്ലെടുത്ത് പള്ളക്കളായിരുന്നു. ഇറ്റ്സ് എ വേസ്റ്റ് ഒബ്ജക്ട്. വേസ്റ്റ് ഒബ്ജക്ട്. അച്ഛാ, ഇത് അതുപോലല്ലെന്ന്. ഇത് പഠനമാണ്, പിള്ളേരുടെ പഠിപ്പാണ്, അവരുടെ ഭാവിയാണ്, അവരുടെ ജീവിതമാണ്. അത് പോക്കാണ്. ചേട്ടാ എന്തോന്ന് പോയാ ഇവിടുന്ന്? മക്കൾ പറയടാ. അച്ഛാ, എനിക്കിപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു മാനക്കേട് എന്തെന്നറിയൂ? അച്ഛൻ തന്നെടേ. അതൊന്നും അല്ല അച്ഛാ. ഇത് തന്നെ എല്ലാ പിള്ളേരും രക്ഷിതാക്കളും ചോദിക്കുകയാണ്, ഈ മുടിയും വളർത്തിക്കൊണ്ട് വൃത്തികേടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത് സാറിന്റെ ചേട്ടനാണോ? ഞാൻ മടിച്ചാന്ന് പറയും. നീ മടിച്ചാന്ന് പറയണത്? അമ്മ അവരൊക്കെ ചോദിക്കണ ചോദ്യം ചേട്ടാ നമ്മൾ നിന്ന് വിറച്ചു. എന്തൊക്കെ ചോദിക്കണമെന്നറിയൂ? കുളിക്കുവോ? എന്താ അങ്ങനെ വൃത്തികേടായിട്ട് മുടി വളർത്തിക്കൊണ്ട് നടക്കുന്നത്? എന്താ വെട്ടാത്തെ? എന്തായാലും തലക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടോ? ഏതാണോ അങ്ങനെ പറഞ്ഞത്? ഞാൻ വരാടാ, ട്യൂഷൻ സെന്ററിലോട്ട് വരാടാ. ആർക്കടാ എന്നെ കുളിപ്പിക്കേണ്ടത്? എന്റെ പൊന്ന് ചേട്ടാ, ദയവ് ചെയ്ത് ആ ഏരിയയിലോട്ട് വരരുത്. വെറുതെ എന്റെ ഉള്ള മാനോടെ കളയരുത് പ്ലീസ്. വേസ്റ്റ് ഒബ്ജക്ട്. മക്കളെ ഡാ, നിന്നെ പിള്ളേരൊക്കെ സാറേ നിന്നെ വിളിക്കണേ. പിള്ളേര് മാത്രമാണ് സാറേന്ന് വിളിച്ചെങ്കിൽ ഫോട്ടോ നോക്കായിരുന്നു. ഇതിപ്പം വേറെ ആരാ സാറെന്ന് വിളിക്കണത്? അമ്മ പേരൻസ് എന്നെ വിളിക്കും സാറേന്ന്. ഞാൻ വേണ്ടെന്നൊക്കെ പറയും, പക്ഷെ കേൾക്കൂല. മര്യാദയ്ക്ക് പഠിപ്പിച്ചില്ലെങ്കിൽ അവര് വേറെ എന്തെങ്കിലും വിളിക്കും. കേശേ, ഈ എല്ലാ സാർമാർക്കും പിള്ളേർ എന്തെങ്കിലുമൊക്കെ ഒരു വട്ടപ്പേരൊക്കെ ഇടും. അതൊന്നും ഒന്ന് സൂക്ഷിച്ചിരുന്നു കേട്ടോ. ദൈവമേ, എടാ നിന്റെ കിളവൻ കേശു എന്നുള്ളതെല്ലാം അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഒയ്യോ, നീ ഇവിടെ നിന്ന് ചാടിച്ചാണോ നല്ലത്? കിളവൻ കേശു അവർക്ക് അറിഞ്ഞൂടാ. അവർക്ക് ഇപ്പൊ ഒരു പേര് പറഞ്ഞൂടാ. ഇത് നിങ്ങളായിട്ട് അവിടെ ചെന്ന് വിളമ്പി കൊടുക്കാൻ നിൽക്കണ്ട കേട്ടാ. നോക്കാം അല്ലേ? അച്ഛാ, ഓ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. അല്ലെങ്കിൽ വേണ്ട, പറയാനില്ല. കേക്കട്ടെ. അച്ഛാ, ഇപ്പോഴേ ഈ പിള്ളേരും അച്ഛനും അമ്മയൊക്കെ വരുന്നത് എന്നെ കാണാനാണ്. അതെന്താ? അമ്മ, ഒരു കൊച്ചു പയ്യൻ വലിയ പിള്ളേർക്ക് ക്ലാസ് എടുക്കണമെന്ന് അറിഞ്ഞപ്പോ അവനെ കാണാനൊരു കൗതുകം അച്ഛൻ്റെ ഭാഷ പറഞ്ഞ. പിന്നെ വേറൊരു സംഭവം കൂടെ നടന്ന്. ഇപ്പൊ +1 +2 പിള്ളേർക്കൂടെ ക്ലാസ് എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് വേടാ? മതിയടാ, കുറച്ച് കുറയ്ക്കടാ. അല്ല, ഒരു മയത്തിലൊക്കെ പറയാം. ഒരു മയത്തിൽ പറഞ്ഞ ഏത് തള്ളും കേൾക്കാൻ ഒരു രസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അച്ഛാ, ഞാൻ പോയി ഒരുങ്ങണ് കേട്ടോ, എനിക്ക് പോണം. വേറെ പണിയൊന്നുമില്ലല്ലേ? ചുമ്മാ ചലവടിച്ചോണ്ടിരിക്കല്ലേ? ഇരി, മനുഷ്യന് പോയിട്ട് വേറെ പണിയുള്ള റെഡി ആവട്ടെ. മേറങ്ങോട്ട് നീലുവേ, ഇങ്ങനെ പോയാ ചെറുക്ക ഒന്നീ ഒരു കളക്ടറാവും, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആവും. ഞാൻ ചെറുക്കനോട് ഒട്ടിരിക്കുള്ള കാര്യം ഞാൻ പറയാല്ലേ. ഭഗവാനെ, അവസാനം വല്ല സർക്കാർ മന്ദിരത്തിൽ പരിചാരം നടക്ക്, നാട് വാഴാനായിരിക്കും വിധി. ഫയലിനകത്തിരുന്ന ബാക്കി പേപ്പർ അവിടെ നിന്ന്. എനിക്ക് എന്താണ് നിന്റെ പേപ്പർ? എനിക്ക് അറിയാൻ പാടില്ല. പേപ്പർ കാണാനില്ലെന്ന്. അച്ഛാ, നോക്കച്ചാ. അയ്യോ, ചെറുക്കന്റെ പേപ്പർ എവിടെ? അയ്യോ, ഞാൻ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന പേപ്പർ എവിടാന്ന് പറ. നീ എന്തിനാ എന്നെ നോക്കണം? ഞാൻ അത് വിഴുങ്ങിയടാ, കുറെ നേരമായി തുടങ്ങി. അച്ഛ കണ്ടോ അച്ഛാ? ഇത് തന്നെ മക്കളെ ഞാൻ അനുഭവിക്കണത്. എന്റെ എത്ര പേപ്പർ അച്ഛൻ 4, 3, 7 എഴുതിയ പേപ്പറൊന്നും അല്ലത്. ഇത് പിള്ളേരുടെ ഭാവിയാണ്, അവരുടെ പഠനമാണ്, അവരുടെ ജീവിതമാണ്. ഇത് സത്യം പറ, ആരെങ്കിലും എടുത്തെങ്കിൽ പറ. ഇതാണാ? ഏത്? അത് പിടിച്ചാ. ഇത് തന്നെ. ഇത് ആര് കീറിയത് ഇങ്ങനെ? കീറി കളിക്കാൻ പറ്റിയ സാധനമാണോ ഇത്? നീ എന്തിനാ കൊച്ചിനെ കൊച്ചിനടുത്ത് കീറിയുണ്ട്.
കൊച്ചിനടുത്ത് കയറി പറഞ്ഞിട്ട് കാള പോലെ പറഞ്ഞു നീ കൊച്ചിനെ ചെറിയ കൊച്ചിനടുത്തല്ല പോണത്. എന്താണ് നിനക്ക്? പിന്നെ അത് നിങ്ങളെല്ലാം കൂടി രഹസ്യം നോക്കിക്കൊണ്ടിരിക്കാനല്ലോ ചെറിയ കൊച്ചിനായിട്ട് ഉപദ്രവിച്ചോണ്ടിരുന്നപ്പോ കാള പോലെ വളർന്നത് എന്താ കൊച്ചുകുട്ടീനാണോ ഉപദ്രവിക്കുന്നത്? ഞാൻ കഷ്ടപ്പെട്ട് പേപ്പർ ഇങ്ങനെ കട്ട് ഇതിങ്ങനെ ആയി കഴിഞ്ഞാ ഒട്ടാണോ നിനക്ക് പഠിപ്പിച്ച് പറഞ്ഞേക്ക് അവക്ക് കുറച്ച് കൂടുതലാ. ഇടയ്ക്ക് ഒരെണ്ണം കിട്ടണ നല്ലതാ. നല്ലതാണ്, കുറച്ച് കൂടുതലാണ്. എന്ത് കിട്ടിയാലും വലിച്ചു കയറും. കിട്ടിയാലും നശിപ്പിച്ചളയും. ഞാൻ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്ത പേപ്പറല്ലേ ഇങ്ങനെ കീറി എനിക്ക് പിന്നെ ദേഷ്യം വരൂലേ? അതായത് റോക്കറ്റ് വിക്ഷേപണത്തിന് വേണ്ടി റെഡിയാക്കിയ പേപ്പർ ഒന്നും അല്ലല്ലോ. കാല് മടക്കി ഒരെണ്ണം തന്നോണ്ടല്ലോ അവിടെ ശ്രദ്ധിച്ചാണ്ട് അവിടെ മണ്ടക്ക് അവിടെ നീ എന്നെ തല്ലുവോ? തല്ലുവോ? ദേഷ്യം പിടിപ്പിക്കല, അവന് പഠിപ്പിക്കാൻ പോണ്ടല്ലേ. രാവിലെ തുടങ്ങിയതാണോ അവൻ? നീ എന്തുവാടി നോക്കിക്കൊണ്ടിരിക്കുന്നേ? പോയി മുണ്ടെടുത്തോണ്ട് വാടി പോ. ഇവിടെ സമയം പോണം, നിനക്ക് പോകണ്ടേ? പോണം. പിടിഞ്ഞിന്റെ മുണ്ട് ചുരുട്ടിക്കൊണ്ട് കൊണ്ട് തന്നേക്കുന്നേ. ഞാനിത് കഷ്ടപ്പെട്ട് അവിടെ തേച്ച് വെച്ചിരുന്നില്ല. ചുരുട്ടിക്കൊണ്ട് കൊണ്ട് തന്നെ എന്തേലും കൊണ്ടുവന്നേ. പറഞ്ഞേക്ക് ഉച്ചക്ക് 2 മണിക്ക് വരുവോ? വരികയാണെങ്കിൽ 2 മീൻ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ വറുത്ത് തരാം, ചൂടോടെ കഴിക്കാം. ഇത്രയും കാണിച്ചിട്ട് അവര് 2 മീൻ കഷ്ണോ? ഞങ്ങൾക്കില്ല മീൻ കഷ്ണം. നിനക്കണ്ടോ? നീയല്ലേ വഴക്കുണ്ടാക്കാൻ പോയത്? അമ്മ എന്റെ മുണ്ട് വലിച്ചെറിച്ചിട്ട് അത് വീട് എവിടെ മീൻ കഷ്ണം? ഞങ്ങൾക്ക് എവിടെ? ഞങ്ങൾക്കില്ല മീൻ പിടിച്ചതൊന്നും. നീയൊക്കെ അറിയിച്ച് കഴിച്ചാൽ മതി. ചാറ് മുക്കി നക്കിയാ മതി കേട്ടാ, ചാറ് മുക്കി നക്കിയാ മതി. അവന് കഷ്ടപ്പെട്ട് അവിടെ പോയി തൊണ്ട തുറന്ന് പഠിപ്പിക്കണവനാണ്. അവന് മീൻ കഷ്ടം കൊടു അല്ല അവനാ കാശ് മക്കളെ. നിനക്ക് ഈത്തം കൂടാതെ വഴക്കൂടാതെ നാണമല്ലേടാ? നിനക്കൊരു വിലയുണ്ടടാ. നീ 10 ദിവസത്തിന് സാറേന്ന് വിളിക്കണാണ്. നീ ഇപ്പൊ റേഞ്ച് വേറെയാണ്. അതെ എനിക്ക് എന്റെ പൊന്നു മക്കൾ പോ. എന്തേ നീ പറ. ചേട്ടൻ പറ. ആരെങ്കിലും ഒന്ന് പറയോ? എനിക്ക് അവിടെ പണിയുണ്ട് അവിടെ. അതെ യേശുവിനെ ഇങ്ങനെ വെറുതെ വിട്ടു വെച്ചാ മതിയാ എന്ന് ശിവ പറയണായിരുന്നു. ഇങ്ങനെ വിട്ടാ പറ്റൂല. ശരിയാണല്ലോ, അത് പറ്റൂല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ അവന്റെ സ്കോർ കേറി നിക്കുക. ശിവാന് പറഞ്ഞ കറക്റ്റാണ്. അവന്റെ സ്കോർ ബോർഡ് തകർത്തില്ലെങ്കിൽ അവൻ നമ്മളെ ചവിട്ടി ഞെരിക്കും. അവൻ നീ തള്ളിയല്ലടാ, അവൻ എന്തെങ്കിലും കൊടുക്കണോടി. വലിയ വിദ്യാഭ്യാസ സമ്പന്നം വന്നേക്കണ അവൻ. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യ്. ചേച്ചി എന്ത് പറയണ? അങ്ങ് ഒതുക്കി കളയാം. ആ ശരി ചേച്ചാ. ഓ ഹലോ. താനോട് നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ഓ മുണ്ടോ? അത് ക്ലാസ്സിൽ എല്ലാ പിള്ളേരും പറഞ്ഞു സാറ് മുണ്ടെടുക്കുന്ന കാണാൻ നല്ല രസമുണ്ടെന്ന്. ഓ പിന്നെ സാറ് മുണ്ടെടുക്കുന്ന കാണാൻ ദുൽഖർ സൽമാൻ തോറ്റു എന്ന് പറഞ്ഞായിരുന്നു. കൊച്ചാണ്. അയ്യോ കേശു മക്കളെ, മക്കളെ ഇത് ആര് ചെയ്തടാ? എന്തുപറ്റി? ആരൊക്കെ വെച്ചാ അറിഞ്ഞൂടാ. അടിച്ചെന്ന് ആരൊക്കെ അടിച്ച്? മുഖം വല്ലതും കണ്ടോ? കണ്ടില്ലെന്ന് ഇതെടുത്ത് തല ചുറ്റിട്ട് എന്ത് ചെയ്ത് എടാ ശരിക്കും എന്താ സംഭവിച്ചേ? പറയണ മക്കൾ, ആരുടെ ആക്രമിച്ചത് പറ. അത് മനസ്സിലാച്ചാ? മറ്റേ ട്യൂഷൻ ടീമുകള്, ഇവിടുള്ള വേറെ ഉള്ള ട്യൂഷൻ ടീമുകള് ഞാൻ ട്യൂഷൻ എടുത്ത് മുന്നേറുന്നെന്ന് അറിഞ്ഞപ്പോ അവന്മാർക്ക് അസൂയ. അങ്ങനെ അവന്മാർ ആളെ വിട്ട് തല്ലിച്ചത്. കേസ് കൊടുക്കണം, കേസ് കൊടുക്കണം. ഏത് കൊലക്കമ്പനാണ് കേസ് കൊടുക്കണം? ജയിലിൽ പിടിച്ചിടണം, ജയിലിൽ പിടിച്ചിടണം. ആദ്യം ദേവനെ വെള്ളം കൊടുക്കട്ടെ. അമ്മ ഇത് വെള്ളത്തിലൊന്നും ഒതുങ്ങൂല. ചോറും മീൻ വറുത്തതും തന്നെ വേണം. ഇടിയടിച്ച ദുഷ്ട കൂട്ടങ്ങൾ ആയടാ അത്. അച്ഛാ, പിന്നെ
ഇടിച്ചവര് ആ. ഇടിച്ചവരെന്തോ മുൻവൈരാഗ്യം ഉള്ളവരാണ് ഇടിച്ചത്. ഒരേ സ്ഥലത്ത് തന്നെ പിന്നെയും പിന്നെ ഇടിച്ചാ. റെസ്റ്റ് എടുക്കട്ടാ. ആ എണ്ണയിട്ട് തിരുവണം, അല്ലെങ്കിൽ ശരിയാവൂല. എന്റെ കളക്ടറാവുള്ള കൊച്ചിന് ആരിടിച്ചാലും അവനൊക്കെ മുറി.